എവരിവൺ, എല്ലാവർക്കും ഇന്നത്തെ ലൈവിലേക്ക് ഹൃദ്യമായ സ്വാഗതം. യെസ്, എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടുള്ളവരെല്ലാം യെസ് എന്ന് കമന്റിലിടൂ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഹാപ്പി ആയിട്ടുള്ള എല്ലാവർക്കും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം കേട്ടോ. അപ്പോ ഇന്ന് 11 days മാരത്തോൺ ലൈവിന്റെ ഡേ 2 ആണ് അല്ലെ. ഇന്ന് ടീച്ചർമ്മ എന്ത് ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത്? നിങ്ങൾ എക്സൈറ്റഡ് അല്ലേ? ഹൗ ടു ബിൽഡ് അൺഷേക്കബിൾ കോൺഫിഡൻസ്. എത്ര പേർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കണം എന്ന അതിയായ ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവര് യെസ് എന്ന കമന്റ് ഇടൂ. വെരി ഗുഡ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഓക്കെ മക്കളെ, അപ്പോ നമുക്ക് എങ്ങനെ അൺഷേക്കബിൾ അതുപോലെ അൺസ്റ്റോപ്പബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ ചാനല് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ലൈവ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. കാര്യം എല്ലാ ദിവസവും 6 മണിക്ക് ടീച്ചർമാർ ലൈവില് വരുന്നതാണ്. അടുത്ത ഇന്നലെ ഒരു ഡേ കഴിഞ്ഞു, ഇനി അടുത്ത 10 ദിവസം ഇന്നുകൂടെ ചേർത്ത് ഇനി 10 ദിവസം, ടോട്ടൽ 11 days ലൈവാണ് കേട്ടോ. അപ്പോ നിങ്ങൾ ഫോണിലൊരു അലാമൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. കറക്റ്റ് 6 മണിയാകുമ്പോൾ നോക്കിയിരിക്കുക ടീച്ചർമാർ ലൈവില് വന്നോ ഇല്ല എന്നുള്ളത്. ഓക്കെ, യെസ്. അപ്പോ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഉണ്ടോ? നിങ്ങളെ തന്നെ ഡൗട്ട് അടിക്കാറുണ്ടോ? അതുപോലെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ മടിയുള്ള വ്യക്തിയാണോ നിങ്ങൾ? ഈ ക്ലാസ് കാണുന്ന വ്യക്തിയോടാണ് ഞാൻ ചോദിക്കുന്നത്, ആക്ഷൻ എടുക്കാൻ മടിയുണ്ടോ? ചിലർക്ക് തോന്നും ഞാൻ അത്ര പോരാ, അങ്ങനെയുള്ള ഒരു ചിന്തയുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ് എത്തിച്ചേർന്നിരിക്കുന്നത്. കാരണം നിങ്ങൾ ഈ ക്ലാസ് ലാസ്റ്റ് വരെയും കാണണം കേട്ടോ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ബൂസ്റ്റർ എക്സസൈസ് നമ്മൾ ഇന്ന് ചെയ്യുന്നുണ്ട്. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ഇൻസ്റ്റന്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കും. ആർ യു റെഡി? യെസ്, വെരി ഗുഡ്. അപ്പോ എന്താണ് ആക്ച്വലി വാട്ട് ഈസ് ട്രൂ കോൺഫിഡൻസ്? ആക്ച്വലി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാലത് നമ്മൾ കേട്ടിട്ടുണ്ട്, കോൺഫിഡൻസ് കോൺഫിഡൻസ് കോൺഫിഡൻസ്. എന്താണ് കോൺഫിഡൻസ് മക്കളെ? കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഫേക്കിംഗ് ഇറ്റ്. നമ്മളിങ്ങനെ അഭിനയിക്കുന്ന കാര്യമല്ല, അതൊരു ഷോ ഓഫ് അല്ല. അതായത് റിയൽ കോൺഫിഡൻസ് ഈസ് ഇന്നർ ട്രസ്റ്റ്. നമ്മളുടെ ഉള്ളിൽ നമ്മളെ കുറിച്ചുള്ള ഒരു വിശ്വാസം, അതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അതായത് the belief that I can handle whatever comes my way. എന്റെ ജീവിതത്തിൽ എന്ത് വന്നാലും അതെനിക്ക് തരണം ചെയ്യാൻ പറ്റുമെന്നുള്ള ആ ഒരു വിൽ പവർ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് കോൾഡ് കോൺഫിഡൻസ്. അതിനെയാണ് നമ്മൾ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. എത്ര പേർക്ക് ധൈര്യമുണ്ട്? ലൈഫിൽ എന്ത് വന്നാലും ഞാൻ അതിനെ ധൈര്യമായിട്ട് നേരിടും ടീച്ചർമാ എന്ന് പറയുന്നവര് മീ എന്ന് കമന്റ് ഇടൂ. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങൾ എല്ലാവരും അടിപൊളിയാ, സൂപ്പർ ആട്ടോ. യെസ് മക്കളെ, കോൺഫിഡൻസ് 2 കാര്യങ്ങളിൽ നിന്നാട്ടോ ഉണ്ടാകുന്നത്. ഒന്നാമത്തത് ബിലീവ് ഇൻ യോർ സെൽഫ്. നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. എന്നെ കൊണ്ട് പറ്റും, എന്ത് വന്നാലും ഞാൻ അതിനെ ധൈര്യപൂർവ്വം നേരിടും. എന്റെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും ഞാൻ മുന്നോട്ട് തന്നെ പോകും, തളർന്നിരിക്കൂല. നിങ്ങളിലുള്ള നിങ്ങളുടെ വിശ്വാസം. രണ്ടാമത്തത് പ്രൂഫ് ടു ബാക്ക് ഇറ്റ്. അതായത് ചെറിയ ചെറിയ വിജയങ്ങൾ. സിമ്പിൾ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. ആരുടെയെങ്കിലും ഒക്കെ മുന്നിൽ ചെന്ന് ചിലപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് ഒക്കെ ചെന്നിരിക്കുന്നിടത്ത് നിന്ന് എനിക്ക് സംസാരിക്കേണ്ടിയൊക്കെ വരുമ്പോ മുട്ടടിക്കും. അപ്പൊ അതുപോലെ ഭയങ്കര പേടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഞാൻ നെഗറ്റീവ് ആയിരുന്നു. നേരെ മറിച്ച് പോസിറ്റീവിലേക്ക് എത്തിയപ്പോ ഇന്ന് നിങ്ങൾ കാണുന്നതാണല്ലോ, എത്ര സദസ്യരിരുന്നാലും കൂളായിട്ട് ക്ലാസ് എടുക്കും. അതുപോലെ ലൈവ് ക്ലാസ് ഇപ്പൊ കഴിഞ്ഞ 4 വർഷമായിട്ട് ഓൺലൈനിൽ, നിങ്ങൾക്ക് അറിയാലോ കേരളത്തിൽ ആദ്യമായിട്ട് ലൈഫ് കോച്ചിങ് ഇതുപോലെ ക്ലാസ് ഒക്കെ എടുത്ത് ഫസ്റ്റ് കേരളത്തിൽ ഈ ഒരു കോച്ചിങ് ഒക്കെ തുടങ്ങുന്ന ടീച്ചറമ്മയാണ്. ആ സമയത്ത് അങ്ങനെ കോച്ചസ് ഇല്ല. ഇത് എങ്ങനെയാ ചെയ്ത് ഒന്നും അറിയില്ല, പക്ഷെ വന്നു ധൈര്യമായിട്ട് ചെയ്തു. ഇന്ന് ഈ 4 വർഷം കൊണ്ട് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസിന്റെ ലൈഫ് ട്രാൻസ്ഫോം ചെയ്തില്ലേ. അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്തത്? അതായത് നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണെന്നറിയോ പലർക്കും ആത്മവിശ്വാസം ഇല്ലാത്തത്? ചെറുപ്പത്തിൽ ആളുകളൊക്കെ നമ്മളുടെ പല നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവോ, നിന്നെ ഒന്നും കൊണ്ട് ഒന്നിനും കൊള്ളൂല, നിന്നെ കാണാൻ കൊള്ളൂല, നിനക്കറിയാവോ, നീയൊക്കെ എന്ത് ചെയ്യാനാ, നീ ഒന്നും ഒരു കാലത്തും ഗതി പിടിക്കൂല,
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്ന വാക്കുകളാണ്. ശരിയല്ലേ? എത്ര പേർക്ക് തോന്നുന്നുണ്ട് ശരിയാണെന്ന് തോന്നുന്നവര് കമന്റിൽ യെസ് എന്നിടും. ഞാൻ ആ നെഗറ്റീവ് സാഹചര്യത്തെ ഒക്കെ തരണം ചെയ്ത് ഇന്ന് പബ്ലിക് സ്പീക്കിംഗ് ഒക്കെ സൂപ്പറായിട്ട് ചെയ്യും. ഹിന്ദിയിലൊക്കെ വരെ പോയി ക്ലാസ് എടുത്തു. നിങ്ങൾക്ക് അറിയാവോ, കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട്, അത് കുറച്ചാൾ മുമ്പ് എടുത്തതാണ് കേട്ടോ. നഴ്സിംഗ് സ്റ്റുഡൻസിന് വരെ ഹിന്ദിയിൽ പോയി ക്ലാസ് എടുത്തു. എന്റെ ഹിന്ദിയൊക്കെ ആൾക്കാർ പണ്ടൊക്കെ ആദ്യം നിങ്ങൾ എന്റെ ഹിന്ദി ചാനൽ സുജാർ മോഹൻ ഹിന്ദി ചാനൽ കണ്ടിട്ടില്ല, അതിന്റെ ഫസ്റ്റ് വീഡിയോ ഒക്കെ പോയി കണ്ടോ, നിങ്ങൾക്ക് ചിരി വരും, കോമഡി. കാര്യം എനിക്ക് ഹിന്ദി പറയാനൊന്നും അറിയത്തൊന്നുമില്ല, പക്ഷെ എനിക്ക് നാണക്കേടൊന്നുമില്ല. കാര്യം എന്താ, എനിക്ക് ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി മോദിജിയുടെ അടുത്ത് പോയിട്ട് എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കണമെങ്കിൽ ഞാൻ സംസാരിക്കും. ചിലപ്പോൾ അതിന് ഗ്രാമർ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് ഗ്രാമർ ഒന്നും വേണ്ട മക്കളെ. ഒരു മനുഷ്യരോട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഭാഷയൊന്നും ഒരു പ്രശ്നമേ അല്ല. നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആരെടുത്ത് പോയി ഒന്ന് സംസാരിക്കാം. അതുകൊണ്ട് ഹിന്ദി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ചിലർ ഹിന്ദിക്കാരൊന്നും കളിയാക്കത്തില്ല കേട്ടോ. മലയാളികളൊക്കെ കളിയാക്കി പറയൂ ഹിന്ദിയിൽ ഗ്രാമർ ഒന്നും ഇല്ല, തെറ്റാന്നൊക്കെ പറയുന്നു. അവരായിക്കോട്ടെ, എനിക്കറിയാം, നിങ്ങൾക്കറിയാവോ, ഇന്നും ഡെയിലി മെസ്സേജസ് വന്നിട്ടിരിക്കുക, ടീച്ചർ ഹിന്ദിയിൽ ക്ലാസ് തുടങ്ങും. കാര്യം എന്താ, അവർക്ക് ഇഷ്ടമാണ് നമ്മളെ. കാര്യം എന്താ, ജീവിതത്തിൽ വിജയിച്ച് കാണിച്ചവരാ നമ്മള്. അപ്പൊ അവർക്ക് ലാംഗ്വേജ് ഒന്നും ഒരു പ്രശ്നമേ അല്ല. അവര് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മാഡത്തിന്റെ ലാംഗ്വേജ് ഒക്കെ ഓക്കെയാണ്, ഞങ്ങൾക്ക് അത് ഇഷ്ടമാണ്. കാര്യം നമ്മൾക്ക് ഇപ്പൊ ഒരു സായിപ്പ് വന്നിട്ട് മലയാളം പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, നമുക്ക് ഭയങ്കര രസമായിട്ട് തോന്നില്ല. അതുപോലെയാണെന്ന് തോന്നുന്നു എന്റെ ലാംഗ്വേജ് അവര് എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, ശരി, അതൊക്കെ വിടും. ഓക്കെ മക്കളെ, പിന്നെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ലൈഫിൽ ആത്മവിശ്വാസം ഇല്ലാത്തത് കൊണ്ട് പല സാഹചര്യങ്ങളിലും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ഉള്ളവര് യെസ് എന്ന് കമന്റ് ഇടും. ചിലർക്കുണ്ട് അല്ലെ? യെസ്. അപ്പോ ഇന്ന് ടീച്ചറമ്മ നിങ്ങൾക്ക് 5 keys to build unshakable confidence. നിങ്ങളുടെ ആത്മവിശ്വാസം, അൺഷേക്കബിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കുന്ന 5 keys ആണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. അതെന്താണെന്ന് അറിയാൻ റെഡിയല്ലേ എല്ലാരും? ഓക്കെ മക്കളെ, എഴുതിക്കോളൂ. ഫസ്റ്റ് കീ എന്ന് പറയുന്നത് പോസിറ്റീവ് സെൽഫ് ടോക്ക്. എന്താ സെൽഫ് ടോക്ക്? നമ്മളോട് പറയുന്ന കാര്യം. ചിലര് പറയുന്നത് കേട്ടിട്ടില്ലേ, അമ്മേ എന്നെ കൊണ്ടൊന്നിനും കൊള്ളൂല, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, എനിക്ക് അത് ചെയ്യാൻ ആത്മവിശ്വാസമല്ല, ഇത് ചെയ്യാൻ ആത്മവിശ്വാസം, ഞാൻ എവിടെ പോയാലും പരാജയപ്പെടും, ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? നിങ്ങൾക്ക് അങ്ങനെ ഒരു ചിന്ത കേട്ടോ, ആളുകൾ എന്നെ പറ്റി എന്ത് വിചാരിക്കും? നിങ്ങൾക്കറിയോ, ഞങ്ങൾ ഫുൾ ഫാമിലി ആയിട്ട് ബീച്ചിലൊക്കെ പോയിട്ട് അവിടെ ഒരു പായൊക്കെ ഇട്ട് ബ്ലൂടൂത്ത് സ്പീക്കറൊക്കെ വെച്ച് നമ്മൾ എല്ലാരും ഡാൻസ് ചെയ്യും. ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടുപോകും. ഇവർക്കൊന്നും വേറെ പണിയൊന്നും എന്നിട്ട് ഇടയ്ക്കുന്ന കമന്റും പറയും, വൈകുന്നേരമൊക്കെ ആയിട്ടാണോ ബീച്ചിൽ വരുന്നതെന്നൊക്കെ ചോദിക്കും. ഞങ്ങൾക്ക് ഒരു നാണക്കേടും ചമ്മലുമില്ല. കാര്യം എന്താ, വി ആർ സെലിബ്രേറ്റിംഗ് അവർ ലൈഫ് മക്കളെ. നമ്മൾ നമ്മുടെ ജീവിതം ആഘോഷിക്കുക. ആൾക്കാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരുന്ന നമുക്ക് നമ്മുടെ ജീവിതം ആസ്വദിക്കാൻ പറ്റൂല. നിങ്ങൾ ആരെയും നോക്കരുത്. ആൾക്കാരെന്ത് വേണേ പറഞ്ഞോട്ടെ, കളിയാക്കി ചിരിച്ചോട്ടെ, നമ്മളെപ്പോഴും നല്ല ഹാപ്പി ആയിട്ട്, എനർജറ്റിക് ആയിട്ട്, ജിലായിട്ട്, നല്ല ആക്റ്റീവായിട്ട് നടക്കണം. ഓക്കെ, എപ്പോഴും നിങ്ങളോട് പോസിറ്റീവായിട്ട് മാത്രം സംസാരിക്കാം. ഐ ആം ഇനഫ്, ഐ ആം ദ ബെസ്റ്റ്, യൂണിവേഴ്സ് ഈസ് ഓൾവേസ് വിത്ത് മീ. എന്റെ പ്രപഞ്ച ശക്തി എന്റെ കൂടെ ഉണ്ട്, ഞാൻ എന്റെ ലൈഫിൽ വിജയിക്കും, ഈ ലോകത്തിൽ ഏറ്റവും ബെസ്റ്റ് ഞാനാണ് എന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ബെസ്റ്റ് ആയി തീരും. ഈ ലോകത്തിൽ ഏറ്റവും കഴിവില്ലാത്ത വ്യക്തി ഞാനാണെന്ന് ചിന്തിച്ചാൽ അതുമായി തീരും. എന്താ നമുക്ക് വേണ്ടത്? പോസിറ്റീവ് സെൽഫ് ടോക്ക്. അപ്പൊ എപ്പോഴും നമ്മളോട് പറയാം, ഞാൻ അടിപൊളിയാ, ഞാൻ സൂപ്പറാ, ഞാൻ വിജയിക്കും, ഐ ആം ദ ബെസ്റ്റ്, എന്റെ പ്രപഞ്ച ശക്തി എന്റെ കൂടെ ഉണ്ട്, ഞാൻ എന്റെ ലൈഫിൽ വിജയിക്കുക തന്നെ ചെയ്യും. മക്കളെ ഒരു മന്ത്രം ചൊല്ലുന്ന പോലെ ഇതിങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ ആത്മവിശ്വാസം തകർക്കുന്ന സെൽഫ് ടോക്ക് ഇനി പാടില്ല. നിങ്ങളോട് നെഗറ്റീവായിട്ട് സംസാരിക്കല്ലേ മക്കളെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണെന്നറിയാവോ? ബോഡി ലാംഗ്വേജ് മാറ്റേഴ്സ്. നിങ്ങൾ നോക്കിയാലേ, നല്ല ആത്മവിശ്വാസമൊക്കെ ഉള്ളവര് നല്ല തല ഉയർത്തിപ്പിടിച്ചു കുതിര ചാടുന്ന പോലെ കണ്ടിട്ടില്ലേ? കുതിരയെ പോലെ കുതിച്ചു ചാടി നടക്കാം. അവര് നല്ല തല ഉയർത്തിപ്പിടിച്ച് ആത്മവിശ്വാസത്തോടെ നടക്കാം. പക്ഷെ തീരെയും ആത്മവിശ്വാസം ഇല്ലാത്തവർ, അവര് പേടിച്ച് വിഷമിച്ച് തല കുമ്പിട്ട് നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പല മനുഷ്യരെയും നമ്മൾ കാണാറുണ്ട്, തീരെ ആത്മവിശ്വാസം ഇല്ലാതെ തലയും കുമ്പിട്ട് വിഷമിച്ച് നടക്കുന്നവർ. നിങ്ങൾ ഒരാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂലേ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന്? ശരിയല്ലേ? ഇനി ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ആക്ടിവിറ്റി എന്താണെന്നറിയോ? നിങ്ങൾ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കോ? യെസ്. എഴുന്നേറ്റ് നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നറിയാവോ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോന്നുള്ളത് എനിക്ക് കാണാൻ വയ്യ. ഓക്കെ, എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പവർ പോസ് ആണ് ടീച്ചർ എന്ന് പറയാൻ പോകുന്നത് കേട്ടോ. നിങ്ങളുടെ കാല് കുറച്ചൊന്ന് അകത്തി വെച്ചിട്ട് നിന്നേ, കുറച്ച് അടുപ്പിച്ചല്ല, കുറച്ച് അകത്ത് നിന്നേ. എന്നിട്ട് ചെസ്റ്റ് ഉയർത്തി നിൽക്കുക, കൈകള് ഹിപ്പിൽ വെക്കുക. ഞാൻ അതിന്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും.
ഹിപ്പിൽ കൈവച്ചു, തല ഉയർത്തി പിടിച്ച് നിന്ന്, കണ്ടോ? ഹിപ്പിൽ ഇങ്ങനെ കൈവച്ചിട്ട് ഉയർത്തി നിന്ന് തല ചിന്നി കുറച്ച് ഉയർത്തി നിൽക്കണം. എന്നിട്ട് ചിരിച്ചേ, അതിമനോഹരമായെന്ന് പുഞ്ചിരിച്ചിട്ട് ബ്രീത്ത് എടുക്കണം ഉള്ളിലേക്ക്. ബ്രീത്ത് എടുത്തിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്യണം. 10, 9, 8, 7, 6, 5. ഇരിക്കൂ. എന്തിനാണ് ഈ പവർ പോസ് നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചെന്ന് അറിയാവോ? ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? പെർഫെക്റ്റ് അല്ലേ? ഓക്കെ, അത് എന്തിനാ പവർ പോസ് ചെയ്യിച്ചെന്നറിയാവോ? എല്ലാരും ശ്രദ്ധിച്ചു കേട്ടെ. ഈ പവർ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. അതായത് നിങ്ങൾ ഇതിനെ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാല് വണ്ടർ വുമൻ അല്ലെങ്കിൽ സൂപ്പർമാൻ പവർ പോസ് എന്നാ പറയുന്നത്. എഴുതി വെച്ചോളൂ കേട്ടോ. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? എഴുന്നേറ്റ് നിൽക്കുക, നിന്നിട്ട് കാല് കുറച്ച് അകത്തി വെച്ചിട്ട് നിൽക്കുക, എന്നിട്ട് ചെസ്റ്റ് ഉയർത്തി വെക്കുക, കൈകൾ ഹിപ്പിൽ വെച്ച് ചിൻ കുറച്ച് ഉയർത്തി ചിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? ബ്രീത്ത് ഉള്ളിലേക്ക് എടുക്കുക, എന്നിട്ട് 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് എണ്ണണം 10, 9, 8, 7, 6, 5, 4, 3, 2, 1 എന്നിട്ട് ആ ബ്രീത്ത് വിടുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്നറിയാവോ? ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോ ഈ പോസ്ചർ നമ്മുടെ ബ്രെയിനോട് പറയും ഐ ആം പവർഫുൾ, ഐ ആം റെഡി, ഐ ആം ബ്രേവ്. ഇത് നിങ്ങൾ ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നിങ്ങൾക്ക് ഒരു മീറ്റിങ്ങിന് പോകാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് തീരെ ആത്മവിശ്വാസം ഇല്ല, ഉള്ളിലൊരു പേടി വരുന്നു. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? നീ പറഞ്ഞ് ഇതുപോലെ നിന്ന് ചിന്നുയർത്തി ചിരിച്ചിട്ട് ബ്രീത്ത് ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക. 10, 9, 8, 7, 6, 5, 4, 3, 2, 1 ചിരിച്ചിട്ട് നിങ്ങൾ ചെയ്തു നോക്കുക. ഭയങ്കരമായിട്ട് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് കാണാം അല്ലെ? അതുപോലെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചലഞ്ച് വരുന്ന സമയത്ത് ഈ പവർ പോസ് ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിലേക്ക് കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അപ്പൊ നിങ്ങൾക്ക് ഒരു പേടി ഉള്ളിൽ നിന്ന് വരുന്നു. പെട്ടെന്ന് നിങ്ങൾ ഈ പവർ പോസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ബോർഡിലേക്ക് ഒന്ന് കയറി നോക്കി. അപ്പൊ ഇത് സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഇത് നമ്മുടെ ബോഡിയെയും ബ്രെയിനെയും റീപ്രോഗ്രാമിംഗ് ചെയ്യും. പെട്ടെന്ന് നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളിത് ചെയ്തു നോക്കണം. അപ്പൊ എപ്പോഴും, അതായത് നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് മാറ്റർ ചെയ്യുന്ന ഒരു കാര്യം. ഇന്റർവ്യൂ ബോർഡിലൊക്കെ പോകുമ്പോഴേ പലരും ആത്മവിശ്വാസം ഇല്ലാതെ, ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ടൊരു സ്കൂളിലേക്ക് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോ ഞാൻ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു ടീച്ചേഴ്സിന്റെ ഇന്റർവ്യൂ, ഒരു ടീച്ചർ, പുള്ളിക്കാരി കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, കുറേ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഉണ്ട്. പുള്ളിക്കാരി ഇങ്ങനെ കയറി ഇന്റർവ്യൂ ബോർഡിലേക്ക് ചെന്നപ്പോ ആ കയറി വരുന്ന വരക്കം കണ്ടപ്പോൾ അവർ റിജക്ട് ചെയ്തു, പൊക്കോളാൻ പറഞ്ഞു. ഒരു ഇന്റർവ്യൂ പോലും എടുത്തില്ല. കാര്യം എന്താ? തലയും കുമ്പിട്ട് അവരുടെ ആ വരക്കം കാണുമ്പോൾ തന്നെ അറിയാം തീരെ ആത്മവിശ്വാസമില്ല. എനിക്കോ ഒരു എക്സ്പീരിയൻസ് ഒരു പിണ്ണാക്കുമില്ല, പക്ഷെ ആത്മവിശ്വാസത്തിന് ഒരു കുറവില്ല. കുതിരയെ പോലെ കുതിച്ചു ചാടി ഞാൻ അങ്ങോട്ട് ചെന്നു. അപ്പൊ അവര് ചോദിച്ചു ഇന്നൊരു ടോപ്പിക് എടുത്ത് കാണിക്കാവും. സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടോപ്പിക്കിന്റെ ABCD അറിഞ്ഞൂടായിരുന്നു. പക്ഷെ എനിക്കറിയാവുന്നൊക്കെ വെച്ച് കത്തിച്ചിട്ട് ആ ഇരുന്ന ഇന്റർവ്യൂ ബോർഡിൽ ഓരോരുത്തരോടും ഞാൻ ചോദിച്ചു, ആൻസർ പറയും, കറക്റ്റ്, വെരി ഗുഡ്, സിറ്റ് ഡൗൺ. അവരെ കുട്ടികളാക്കി വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തു. സത്യം പറഞ്ഞാൽ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എല്ലാവരും എഴുന്നേറ്റ് കൈയടിച്ചു. മക്കളെ ഒരു പിണ്ണാക്ക് പറഞ്ഞിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ നിൽക്കുക. നമ്മൾ ആരെയാ പേടിക്കുന്നത്? നമ്മൾ എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ നിങ്ങൾക്കൊരു ജോലി നഷ്ടപ്പെടുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെ നല്ലൊരു വ്യക്തിയെ ആ ഒരു കമ്പനിക്ക് നഷ്ടപ്പെട്ടു. നമുക്കെന്താ? നമ്മൾ ഒരിക്കലും മോശമാവുന്നില്ല. കാര്യം എന്താ? നമ്മളെപ്പോലെ നല്ല കഴിവുള്ളവർക്ക് അതുപോലെ അടുത്ത സ്വന്തം കമ്പനി നമ്മൾ നിർമ്മിക്കും. അതുകൊണ്ട് എന്ത് വന്നാലും ലൈഫിൽ തളരരുത്. ഒരു പ്രശ്നത്തിന് മുന്നിലും നിങ്ങൾ തളരരുത്. അതുപോലെ നിങ്ങൾ എപ്പോഴും നടക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. സ്റ്റാൻഡ് ടോൾ, അതായത് നിവർന്ന് നിൽക്കണം. ഇനി ഈ തല മുമ്പിട്ട് ആത്മവിശ്വാസം ഇല്ലാതെ ആരെയും പേടിച്ച് ജീവിക്കണ്ട. എപ്പോഴും നല്ല നിവർന്ന് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കണം. വാക്ക് വിത്ത് പർപ്പസ്. നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ഒരു പർപ്പസ് ഉണ്ട്, നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് വേണം നടക്കാൻ. നിങ്ങൾ ആരെയാ ഭയക്കുന്നേ? നിങ്ങൾ എന്തിനെയാ ഭയക്കുന്നേ? ഒരു മനുഷ്യരെയും നമ്മൾ ഭയക്കരുത്, ഒന്നിനെയും നമ്മൾ ഭയക്കരുത്. എപ്പോഴും മനസ്സിൽ പറയാം ഐ ആം കോൺഫിഡന്റ്. ഏത് സിറ്റുവേഷൻ വന്നാലും ഞാൻ തരണം ചെയ്യും. എന്റെ ലൈഫിൽ പല സിറ്റുവേഷൻസും വരാറുണ്ട്. അപ്പൊ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് പറയും, നമ്മൾ പറയില്ല, എന്തായാലും പറയാ ഒരു വാക്ക്, എന്താണ് വാക്കും കിട്ടുന്നില്ല കറക്റ്റ്, എന്താണ് ഏട്ടാ ഞാൻ സ്ഥിരം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ, തീയിൽ കുരുത്തത്, ഇപ്പോഴോ തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല. കാര്യം എന്താ? അനുഭവിച്ച് തകർന്ന വ്യക്തിയാ. പിന്നെ നമുക്ക് മേലെ ആകാശം താഴെ ഭൂമി എന്ത് വന്നാലെന്ത്, ജീവിതത്തിൽ ഇനി എനിക്ക് തോൽക്കാൻ മനസ്സില്ല, തോൽക്കില്ല. ഇനി എന്ത് വന്നാലും എത്ര തളർത്തിയാലും നമ്മൾ അവസാന ശ്വാസം വരെയും മക്കളെ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അടുത്ത പോയിന്റ് എഴുതി വെച്ചോ, സ്മൈൽ ഓൾവേസ്. എപ്പോഴും നമ്മുടെ ആയുധം എന്തായിരിക്കണം? സ്മൈൽ. നിങ്ങൾ ചിരിക്കണം, ചിരിച്ചുകൊണ്ടേ ഇരിക്കണം. കാര്യം എന്താണെന്നറിയാവോ?
ഇറ്റ് സിഗ്നൽ സ്ട്രെങ്ത്. നല്ല സ്ട്രെങ്ത് ഉള്ളവരാണ്, എപ്പോഴും നല്ല ചിരിച്ച്. നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാൻ ഇഷ്ടപ്പെടും? നല്ല ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ട് എനർജറ്റിക് ആയിട്ട് നടക്കുന്ന ആൾക്കാരെ എല്ലാവരും ഇഷ്ടപ്പെടും, ശരിയല്ലേ? ഞാനിപ്പോ ലൈവ് വന്നിരുന്നു, എന്റെ പൊന്നു മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. നിങ്ങൾ കേൾക്കും, എപ്പോഴും നിങ്ങൾ പോയേനെ അല്ലേ? ടീച്ചർമ്മ എങ്ങനെയാ പറഞ്ഞത്? എന്റെ പൊന്നു മക്കളെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് കോൺഫിഡൻസിനെ കുറിച്ചാണ്. എങ്ങനെ അൺസ്റ്റോപ്പബിൾ കോൺഫിഡൻസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാം. സീ ദ ഡിഫറൻസ്. മനസ്സിലായ? അതാണ് കളി. അപ്പൊ എന്ത് വേണം? നല്ല എനർജി വേണം. നിങ്ങളൊരു പബ്ലിക് സ്പീക്കിങ്ങിനൊക്കെ പോയി നിന്നോണ്ടല്ലോ, അവിടെ ഇരിക്കുന്ന ഓഡിയൻസിനെയൊക്കെ നമ്മൾ കയ്യിലെടുക്കണം. അതിനുള്ളൊരു സ്കില്ല് നമുക്ക് വേണം. അതിന് എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം, ഇനി അടുത്ത മൂന്നാമത്തെ കീഴ്തിക്കോ പറഞ്ഞുതരാം. മൂന്നാമത്തെ കീഴ്തിക്കോ, പ്രിപ്പറേഷൻ ബീറ്റ്സ് ഫിയർ. എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നോ അത്രയും നിങ്ങളുടെ ഫിയർ കുറയും. സത്യമല്ലേ? നിങ്ങളൊരു പ്രസന്റേഷൻ എടുക്കാൻ പോകും, നിങ്ങൾക്ക് പച്ച വെള്ളം പോലെ അറിയാം, നിങ്ങൾ പോയി ഈസി ആയിട്ട് നിങ്ങൾ അത് എടുത്തിട്ട് തിരിച്ചു വരും. നേരെ മറിച്ച് നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, കുറച്ച് കഴിവ് ഉള്ളിൽ നിന്ന് എനിക്കത് അറിയില്ലല്ലോ അല്ലെ, നമ്മുടെ കൈയും കാലും മുട്ടും ഒക്കെ വിറയ്ക്കാൻ തുടങ്ങും. അപ്പോ കോൺഫിഡൻസ് ഈസ് നോട്ട് മാജിക്. ശരിക്കും കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? എഴുതിക്കോളൂ, ഇറ്റ്സ് പ്രിപ്പറേഷൻ പ്ലസ് മൈൻഡ് സെറ്റ്. എഴുതിക്കോളൂ, കോൺഫിഡൻസ് ഈസ് നോട്ട് മാജിക്, ഇറ്റ്സ് പ്രിപ്പറേഷൻ പ്ലസ് മൈൻഡ് സെറ്റ്. ആക്ച്വലി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ അത് മാജിക് അല്ല, അത് പ്രിപ്പറേഷൻ പ്ലസ് മൈൻഡ് സെറ്റ് ആണ്. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, ഒരു മനുഷ്യരെ നമുക്ക് പേടി തോന്നൂല. നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നിങ്ങൾ ലൈഫിൽ തീരുമാനം എടുക്കണം. എന്ത് വന്നാലും ഞാൻ എന്റെ ലൈഫിൽ തളരൂല, എന്റെ ലൈഫിൽ എന്ത് വന്നാലും ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ ആർക്കും തളർത്താൻ പറ്റൂല. എന്ത് സാഹചര്യം വരുമ്പോഴും നിങ്ങൾ നിങ്ങളോട് എന്തു പറയുന്നു അത് ഭയങ്കര മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളെ തളർത്തുന്ന വാക്കുകൾ നിങ്ങളോട് പറയരുത്. എപ്പോഴും സ്വയം വിശ്വസിക്കുക, ഞാൻ അടിപൊളിയായി, ഞാൻ സൂപ്പർ. ആരിരിക്കട്ടെ, ആരുടെ മുമ്പിൽ വരുന്ന സംസാരിക്കാനുള്ള ധൈര്യം നമുക്ക് വേണം. ഒരിക്കലും നമ്മളെ തളർത്തരുത്. നമ്മൾ മനസ്സിൽ പറയുക, ഞാൻ അടിപൊളിയാ, ഞാൻ സൂപ്പറാ, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾ നിങ്ങളോട് പറയാ, ഒരു സ്റ്റേജിലേക്ക് കയറുന്ന പ്രസംഗിക്കുന്ന സമയത്ത് ഐ ക്യാൻ, എന്നെ കൊണ്ട് പറ്റും. ഒരു ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോകുമ്പോൾ ഈസി ആയിട്ട് എടുക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് ഇന്റർവ്യൂ ബോർഡിനെ ഞാൻ കറക്കി കുപ്പിയിലാക്കുക എന്ന് വേണം ചിന്തിക്കാൻ. അല്ലാതെ അവിടെ ചെല്ലുമ്പോൾ എന്തോ ചോദിക്കട്ടെ, കൂടി പോയാൽ നമ്മൾ പാസ്സാവില്ല. അത്രയും പേടിച്ചതുകൊണ്ട് എന്തെങ്കിലും നേടാൻ പറ്റുമോ? ധൈര്യമായിട്ട് തരണം ചെയ്യാം. കീ നമ്പർ 4 എന്ന് പറയുന്നത് ഫേസ് സ്മോൾ ഫിയേഴ്സ് ഡെയിലി. നിങ്ങൾ എന്തിനെയാണോ ഭയക്കുന്നത് അത് വീണ്ടും വീണ്ടും ചെയ്യുക. നിങ്ങൾക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണോ, പോയി ചെയ്ത് ചിലപ്പോൾ ആദ്യം നമുക്ക് ഫിയർ വരും, രണ്ടാമത് പിന്നെ അവിടെ ആത്മവിശ്വാസം വർദ്ധിച്ച്. ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ഈ ക്ലാസ് എടുക്കുമ്പോൾ ഇത്രയും ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ പോയി നിന്ന് 100 കണക്കിന് ആളുകൾക്ക് ക്ലാസ് എടുക്കും. ഞാൻ കോളേജിലും സ്കൂളുകളിലും ഹോട്ടലിലും ഒക്കെ പോയി ക്ലാസ് എടുക്കും. അവിടെയൊക്കെ ചിലപ്പോൾ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കും, സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കും, പേരൻസിന് ക്ലാസ് എടുക്കും. ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ആദ്യത്തെ എടുത്ത പോലെയല്ല, പിന്നീട് വീണ്ടും ചെയ്തു വരുമ്പോൾ നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും അല്ലെ. അപ്പോ കോൺഫിഡൻസ് എന്നത് ഒരു മസില് പോലെയാണ്. ട്രെയിൻ ഇറ്റ് ബൈ ടേക്കിംഗ് സ്മോൾ ആക്ഷൻസ് ഡെയിലി. മസിൽ എങ്ങനെയാ വർദ്ധിക്കുന്നത്? ജിമ്മിൽ പോയി ഒറ്റ ദിവസം കൊണ്ടങ്ങ് മസിൽ വരുമോ? ഇല്ല. ഡെയിലി കുറേശ്ശെ ആക്ഷൻ എടുത്ത് വരുമ്പോഴേ നല്ല മസിൽ സ്ട്രെങ്ത് വരും. അതുപോലെ നമ്മുടെ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ മെല്ലെ നമ്മൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം. മനസ്സിലാവുന്ന എന്റെ മക്കൾക്ക് കീ നമ്പർ 5 എഴുതും മക്കളെ. സറൗണ്ട് യുവർ സെൽഫ് വിത്ത് അപ്ലിഫ്റ്റേഴ്സ്. എന്താ അപ്ലിഫ്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്ലിഫ്റ്റ് ചെയ്യാന്ന് പറയുന്നത് ഉയർത്തുക. നമ്മളെ ഉയർത്തുന്ന ആളുകളുമായിട്ട് നിങ്ങൾ സറൗണ്ട് ചെയ്യുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സ്മൈൽ ഈസ് ഹൈലി കണ്ടേജിയസ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ഈസ് ഹൈലി കണ്ടേജിയസ് എന്ന് പറയാറുണ്ട്. നിങ്ങൾ കേട്ടില്ലേ? പടർന്നു പിടിക്കും. അതുപോലെയാണ് കോൺഫിഡൻസ് ഈസ് ഹൈലി കണ്ടേജിയസ്. ഒരാളിൽ നിന്ന് അടുത്ത ആളിലോട്ട് ഇങ്ങനെ ആത്മവിശ്വാസം പകർന്ന് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ സഹകരിക്കുന്ന ആൾക്കാർ, ബി വിത്ത് പീപ്പിൾ ഹു ബിലീവ് ഇൻ യു. നിങ്ങളെ വിശ്വസിക്കുന്ന, നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുന്ന ഏറ്റവും നല്ല ആളുകളുമായിട്ട് സഹകരിക്കുക. നിങ്ങളടുത്ത് ചില ആൾക്കാർ പറയും, മക്കളെ നിന്നെ കൊണ്ട് പറ്റൂടാ, നീ ചെയ്യടാ മുത്തേ, നീ അടിപൊളിയാടാ, നീ സൂപ്പറാടാ എന്നൊക്കെ പറയത്തില്ലേ? അങ്ങനെയുള്ള ആൾക്കാരായിട്ട് നമ്മൾ സഹകരിക്കുക. അല്ലാതെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ, എടാ നീയൊക്കെ ഇറങ്ങി എന്തോ അവനെ, എനിക്കറിഞ്ഞൂടെ ഇതൊക്കെ എവിടെ ചെന്നോ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ആത്മവിശ്വാസം തകർക്കുന്നവരോട് നമ്മൾ സഹകരിക്കാൻ പോകരുത്. എപ്പോഴും നല്ല ആൾക്കാരുമായിട്ട് നമ്മൾ സഹകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, യെസ്.
അപ്പൊ ഞാൻ ഇന്ന് 5 പോയിന്റ്സ് പറഞ്ഞു. ഈ 5 പോയിന്റിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീ ഏതാ? 5 കീസ് പറഞ്ഞില്ലേ, അതിൽ ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കീ ഏതാണ്? 1 ആണോ, കീ നമ്പർ 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? എല്ലാവരും കമന്റിലേക്ക് ഇടും, നോക്കട്ടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കീ ഏതാ. ഈ 5 കീസ് എന്റെ മക്കള് ചെയ്ത് നോക്കണേ. നോക്കൂലേ? വെരി ഗുഡ്, സൂപ്പർ. ഇനി ടീച്ചറമ്മ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരട്ടെ. എവ്രിവൺ പ്ലീസ് ക്ലോസ് യുവർ ഐസ്. കണ്ണടച്ചിരിക്കൂ. യെസ്, കണ്ണടച്ചിരുന്നിട്ട് ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. വൺസ് അഗെയിൻ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ പറയുന്നത് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണേ. നിങ്ങളൊരു സ്റ്റേജിൽ ഇങ്ങനെ നിൽക്കാണ്, ഒരു മൈക്കിന്റെ മുന്നിൽ, ചുറ്റും നോക്കി ആയിരക്കണക്കിന് ഓഡിയൻസ് ഇരിക്കുക. നിങ്ങൾ ആ മൈക്കിലൂടെ ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കുന്നതായിട്ട് കണ്ടേ, നല്ല കൈയൊക്കെ എടുത്ത് നല്ല ആത്മവിശ്വാസത്തോടെ പ്രസംഗിക്കണം. ആൾക്കാരൊക്കെ അന്തം വിട്ട് നിങ്ങളെങ്ങനെ നോക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രസംഗം കേട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾ അവരോട് വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ മുന്നിലിരിക്കുന്ന ഓഡിയൻസ് വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പറയുന്നതിനനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നു, ആൻസർ പറയുന്നു. ഓക്കെ, ഇത് കഴിഞ്ഞ് നിങ്ങളുടെ പ്രസംഗം ദേ അവസാനിച്ചു. എല്ലാ ഓഡിയൻസും എഴുന്നേറ്റ് നിന്ന് നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുന്നത് കാണും. എവരിവൺ ഈസ് ക്ലാപ്പിംഗ് ഫോർ യു. അവരുടെ ക്ലാപ്പിംഗിന്റെ സൗണ്ട് നിങ്ങൾക്ക് ചെവിയിൽ കേൾക്കാം. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുകയാണ്. നിങ്ങളുടെ സന്തോഷം ഫീൽ ചെയ്യൂ, നിങ്ങൾ അനുഭവിക്കുന്ന ആത്മവിശ്വാസം ഫീൽ ചെയ്യൂ. വെരി ഗുഡ്. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. പറയൂ മക്കളെ, എന്താ ഫീൽ ചെയ്യുന്നേ? ഒരു 2 minute വിഷ്വലൈസേഷൻ ചെയ്തപ്പോ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യുന്നത്? ചാറ്റ് ബോക്സിലേക്ക് ഇടും. ഇഷ്ടായോ? വെരി ഗുഡ്, സൂപ്പർ. കമന്റിലേക്ക് ഇടും കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയുന്ന അഫർമേഷൻ എന്നോടൊപ്പം നിങ്ങൾ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞേ. I am confident. 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 Very good. I believe in myself. പറഞ്ഞേ. I believe in myself. I believe in myself. I believe in myself. I believe in myself. I can handle anything. I can handle anything. I can handle anything. I am unstoppable. പറഞ്ഞേ. I am unstoppable. I am unstoppable. I am unstoppable. I am unstoppable. Very good. എനർജി കൂടിയില്ലേ? ആവർത്തിച്ച് പറയും. ഈ അഫർമേഷൻസ് എഴുതിയെടുത്തിട്ട് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആത്മവിശ്വാസമൊക്കെ കൂടിക്കൂടി വരും. ഓക്കെ, യെസ്. ഇനി എല്ലാവരും I am confident എന്ന് കമന്റിലേക്ക് ഇട്ടെ. I am confident. I am confident. I am confident. പിന്നെ കമന്റിലേക്ക് ടൈപ്പ് ചെയ്തു. I am confident. I am confident. വെരി ഗുഡ്, സൂപ്പർ. I am confident എന്ന് ടൈപ്പ് ചെയ്തിട്ട് എല്ലാവർക്കും നല്ലൊരു കൈയടി. സൂപ്പർ. എപ്പോഴും ആത്മവിശ്വാസം വർദ്ധിക്കാനായിട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, വിഷ്വലൈസേഷൻ ചെയ്യുക. ടീച്ചർമ്മ പറയുന്നത് 5 keys ഉപയോഗിക്കണം. ഓക്കെ, അപ്പൊ ഇതുപോലെ മക്കളെ ആത്മവിശ്വാസം ഇല്ലാത്തവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എത്ര മനുഷ്യർ ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നത് അല്ലെ? അപ്പൊ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്ക് ഉപകാരപ്പെടട്ടെ. അപ്പൊ നാളെ 6 മണിക്ക് ടീച്ചർമ്മ വീണ്ടും വരും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് അറിവ് തരാനായിട്ട് ഫ്രീ വെബിനാറുമായിട്ട്. അപ്പൊ എല്ലാവരും കണക്റ്റഡ് ആയിരിക്കില്ലേ? യെസ്, വെരി ഗുഡ്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പം ബെല്ലൈക്കണൂടെ ക്ലിക്ക് ചെയ്യണം. എല്ലാവരും ചെക്ക് ചെയ്യണം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടോ. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ലൈവിൽ വരുമ്പോ ഇങ്ങനെ എഴുതി കാണിക്കും സുജാർ മോഹൻ ഈസ് ഓൺ ലൈവ്. അപ്പൊ ഓടി വരണം കേട്ടോ. എല്ലാ മക്കൾക്കും ഒരുപാട് സ്നേഹം, ഒരുപാട് ഇഷ്ടം. ബൈ ബൈ, ലവ് യു. നാളത്തെ ലൈവിൽ കാണാം. താങ്ക് യു.